അരൂർ ഇടക്കൊച്ചി പാലത്തിന്റെ അരൂർ ഭാഗത്തെ അപ്രോച്ച് റോഡിൽ നാളുകളായി നിക്ഷേപിച്ചിരുന്ന വൻതോതിലുള്ള മാലിന്യങ്ങൾ അരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ജനങ്ങളെ ദുരിതത്തിലാക്കിയ മാലിന്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നടപടികൾക്കാണ് പഞ്ചായത്ത് അധികൃതർ തുടക്കം കുറിച്ചിരിക്കുന്നത്. പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ മെട്രോ 7 ന്യൂസിനോട്. അരൂർ ഇടക്കൊച്ചി പാലത്തിന്റെ അരൂർ ഭാഗത്തെ അപ്രോച്ച് റോഡിൽ നാളുകളായി നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ അരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ഇരുട്ടിനെ മറയാക്കി വഴിയാത്രക്കാരും സാമൂഹ്യ വിരുദ്ധരും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളും ഉൾപ്പെടെ അപ്രോച്ച് റോഡിലൂടെ നടന്നു പോകുന്നവർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരുന്നത്. തെരുവ് നായ്ക്കളും പക്ഷികളും റോഡിലേക്ക് വലിച്ചിടുന്ന മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങളും കാൽനട യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടികളുമായി പഞ്ചായത്ത് അധികാരികൾ എത്തിയത്. JCB ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും അവ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് സംസ്കരിക്കുകയും ചെയ്യും. ഇനി ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ജാഗ്രതാ സമിതികൾക്ക് രൂപം കൊടുക്കുകയും രാത്രികാല നിരീക്ഷണം ശക്തമാക്കുകയും രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരക്കാരെ പിടികൂടുകയും ചെയ്യും. നിലവിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ, വൈസ് പ്രസിഡന്റ് മോളി ജസ്റ്റിൻ എന്നിവർ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ മാലിന്യമുക്തമായ വാർഡായി പ്രഖ്യാപിച്ചു, മാലിന്യമുക്തമായ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു, മാലിന്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുറകുവശം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇതിനേക്കാൾ വലിയ മാലിന്യ കൂമ്പാരമാണ്. ഇവിടെ ഈ മാലിന്യം അടിയന്തരമായി നമ്മൾ ഇവിടെ ക്യാമറ സ്ഥാപിച്ച് അതിൻ്റെ കണക്ട് പോലീസ് സ്റ്റേഷനും പഞ്ചായത്തുമായി കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായ പ്രമുഖരെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൂടെ സഹകരണത്തോടു കൂടി ഈ സ്ഥലത്ത് ഒരു ചെറിയ കടകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനുള്ള ഏർപ്പാടുകളും പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല പഞ്ചായത്തിലുള്ള യുവാക്കളെ, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ ബോധവൽക്കരിക്കപ്പെട്ട് യാത്രയുടെ യാമങ്ങളിൽ ഇവിടെ ഈ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ വേണ്ടിയുള്ള സത്വര നടപടിയും പോലീസുമായി ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുതിയ ഭരണസമിതി നല്ല രീതിയിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് നല്ല രീതിയിൽ നിൽക്കും. അതുകൊണ്ട് ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇനി എല്ലാവരും നല്ല രീതിയിൽ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇനി ഇത് ഇവിടെ ചെറിയൊരു പൂന്തോട്ടം ആക്കാനുള്ള ശ്രമങ്ങളാണ്. കക്കൂസ് മാലിന്യങ്ങൾ അടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമാദേവി, അബ്ദുള്ള പരിയ, PP സാബു, പഞ്ചായത്ത് അംഗം റോസിലി കുഞ്ഞുമോൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.